അസ്സലാമലൈക്കും, ഹായ് ഹലോ. ഇന്നത്തെ നമ്മുടെ വ്ളോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. നമ്മളിവിടെ കുഴപ്പമൊന്നുമില്ല, സുഖമായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ രാവിലെ വന്ന പാടെ ജിമ്മിൽ നിന്ന് വന്നതും അങ്ങനെ ചായ വെക്കാൻ നിന്നു എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. ഞാൻ ജിമ്മിൽ നിന്ന് തിരിച്ച് വരുമ്പോൾ ഈ ഡ്രസ്സാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. പോകുമ്പോൾ നമ്മുടെ ജിം ഡ്രസ്സ് തന്നെ ഇട്ടിട്ട് പോകും. തിരിച്ച് വരുമ്പോൾ ഞാൻ ഡ്രസ്സ് എന്തായാലും മാറ്റാറുണ്ട് കേട്ടോ. റോഡിൽ കൂടെ ഇങ്ങനെ നടന്നു വരണ്ടേന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഇതാ ഞാൻ വേഗം പോയി ചായ എല്ലാം എല്ലാവർക്കും കൊടുത്തു. എൻ്റെ റിഹാൻ്റെ ചായ ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. പിന്നെ എന്നോട് ജിമ്മിൻ്റെ ഒരു കാര്യം ചോദിച്ചിട്ടുണ്ടായിരുന്നല്ലോ. കുറച്ച് ഗ്യാപ്പിന് ശേഷം ജിമ്മിൽ പോയപ്പം മസിൽസ് പെയിൻ ഉണ്ടായിരുന്നോ ജിനിത്ത? എനിക്ക് അങ്ങനെ വലിയ പെയിനൊന്നുമില്ല. ഞാൻ ജിമ്മിൽ പോയാൽ ഭയങ്കര കസരത്തൊന്നും കാണിക്കാറില്ല. പൊതുവേ ഞാൻ എന്താ പറയുക, വെയിറ്റൊന്നും ഒരുപാടൊന്നും എടുക്കില്ല കേട്ടോ, കുറച്ചേ എടുക്കുള്ളൂ. എനിക്കൊരു ഹെൽത്ത്, അതിന് വേണ്ടിയിട്ട് തന്നെയാണ് കേട്ടോ ഞാൻ ജിമ്മിൽ പോണത്. ഞാൻ ഇനിയും തടി കുറയുന്നുള്ള ഒരു വിശ്വാസമൊന്നും എനിക്കില്ല. കൂടാണ്ട് നോക്കാം, അത്രയേ ഉള്ളൂ കേട്ടോ ഇനി. അപ്പോൾ ഇതാ ഞാൻ പിള്ളേർക്ക് ഇന്ന് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് ഈ ഒരു ഐറ്റമാണ്. സ്കൂളിലോട്ട് കൊണ്ടുപോകാനും ഇവിടുന്ന് കഴിക്കാനും ഇതായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ ദോശമാവിലോട്ട് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് ഉള്ളിയും പച്ചമുളകും ഇഞ്ചിയും അതുപോലെ കറിവേപ്പിലയും മല്ലിയിലയും ഉപ്പൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് നമ്മുടെ ഉണ്ണിയപ്പച്ചട്ടിയിലിട്ടിട്ട് ഇങ്ങനെ ഫ്രൈ ചെയ്തിട്ടെടുക്കാം, വേവിച്ചെടുക്കാം. കുറച്ച് എണ്ണ ആക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിലോട്ട് ഏറ്റവും ബെസ്റ്റ്, ഇത് പണിയാരം എന്നൊന്നും പറയാൻ പറ്റില്ല. പണിയാരത്തിന് നമ്മൾ കടുകൊക്കെ പൊട്ടിച്ചിട്ട് ആണ് ഉണ്ടാക്കാറുള്ളത്. ഇത് വേറൊരു സംഭവം കേട്ടോ. അപ്പോൾ ഊത്തപ്പത്തിന് ഉള്ള മാവാണ്, അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ആക്കിയെന്ന് മാത്രം. പിന്നെ ഏറ്റവും ബെസ്റ്റ് കോമ്പിനേഷൻ തക്കാളി ചട്നിയും മല്ലിയില ചട്നിയും ഒക്കെയാണ് കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ വേഗം ഇതുപോലെ ഒന്ന് ചുട്ടെടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ കുട്ടികളുടെ ലഞ്ച് ബോക്സിൽ പാക്ക് ചെയ്യണം, അവർക്ക് കഴിക്കാൻ കൊടുക്കണം. അപ്പോൾ കുറച്ച് ചമ്മന്തി ഉണ്ടായിരുന്നു, പിന്നെ പരിപ്പ് ചാറും കേട്ടോ ഉണ്ടായിരുന്നത്. അയൻകുട്ടിക്ക് കറിയും വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കറിയും കൊടുത്തു. അവന് കണ്ടില്ലേ, തുക്കിടി സായിപ്പ് എന്നാണ് ഇക്ക അവനെ വിളിക്കുക. കാരണം പുട്ടടക്കം ഫോർക്കിൽ കഴിക്കുമോ ചോദിച്ചു കഴിഞ്ഞാൽ അവനക്ക് കഴിക്കാൻ പറ്റും കേട്ടോ. അങ്ങനെയാണ് അവൻ്റെ ഒരു ഇത്. പിന്നെ ഞാൻ വേഗം പോയി നമ്മുടെ എന്താ പറയുക, ലഞ്ച് ബോക്സിലേക്ക് എല്ലാം ഒന്ന് ആക്കി കൊടുത്തിട്ടുണ്ട്. പിന്നെ റിഹാനും ഇരുന്ന് കഴിച്ചു. ഞാനും ഒന്ന് ടേസ്റ്റ് നോക്കിയതാണ് കേട്ടോ. ഇച്ചിരി ചമ്മന്തിയൊക്കെ ആക്കിയിട്ട് നന്നായിട്ടുണ്ടായിരുന്നു. നമ്മളോട് ചമ്മന്തി സൂപ്പർ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ചക്കപ്പായസം ഉണ്ടാക്കില്ലേ, അപ്പോൾ കുറച്ച് അട കൂടി ചേർത്ത് നോക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇൻഷാല്ല നെക്സ്റ്റ് ടൈം നോക്കാം കേട്ടോ. ചക്കപ്പായസം അടിപൊളി, ടൊമാറ്റോ ചട്നി അടിപൊളി, മഷ്റൂം കറി അടിപൊളി എന്നൊക്കെ പറഞ്ഞ ഒരു കമൻറ്റ് വന്നിരുന്നു. മഷ്റൂം കറി ശരിക്കും ഉണ്ടാക്കി നോക്കേണ്ടതാണ്, ശരിക്കും അടിപൊളിയായിരുന്നു കേട്ടോ. കമൻറ്റ് വായിക്കുന്നത് ഇഷ്ടം, സൂപ്പർ റെസിപ്പി എന്ന് പറയുന്നുണ്ട്. താങ്ക് യു സോ മച്ച്. അതേപോലെ ഞാൻ ഏലക്ക എന്നുള്ളത് കറിവേപ്പില എന്ന് പറഞ്ഞു പോയി, അറിയാണ്ട് പറഞ്ഞു പോയതാണ് കേട്ടോ. പിന്നെ അതൊരു തമാശയായിട്ട് അവിടെ ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചു, അതുകൊണ്ടാണ് ഞാൻ ഡിലീറ്റ് കണ്ടിരുന്നത് കേട്ടോ. പഴുത്ത ചക്ക കൊണ്ടാണ് നമ്മൾ ചക്കപ്പായസം ഉണ്ടാക്കാറ്. ചക്കപ്പായസം ശരിക്കും ആദ്യമൊക്കെ ഇവിടെ പഴുത്ത ചക്ക കിട്ടുമ്പോൾ വേഗം നമ്മൾ വരട്ടി വെക്കാറുണ്ട്. പിന്നെ ആവശ്യാനുസരണം എടുത്തിട്ട് അതിൽ തേങ്ങാപ്പാൽ മാത്രം മിക്സ് ചെയ്തിട്ട് ഉണ്ടാക്കിയാൽ മതി കേട്ടോ. ചക്കപ്പായസം പെട്ടെന്ന് തന്നെ ആയി കിട്ടും. അപ്പോൾ ഇതാ നമ്മൾ വേഗം പണികളൊക്കെ തീർത്ത് കുട്ടികൾ പോയി കഴിഞ്ഞ ശേഷം നമുക്കിനി എന്താണ് പറയാനും, ഞങ്ങളുടെ കഴിക്കലും കാര്യങ്ങളൊക്കെ ആയിട്ട് ബിസിയാവും കേട്ടോ. അപ്പോൾ ഞാൻ ഫ്രണ്ട് ഏരിയ ഇപ്പോൾ എനിക്ക് എന്നൊന്നും അടിച്ചു വരേണ്ട ആവശ്യമില്ല, പക്ഷേ ചൂട് സമയം വന്നാലാണ് അത് പോയതിൻ്റെ. ഓക്കെ, ഒരു ചിക്കൻ മന്തി റെസിപ്പി ചെയ്യുമോ? എന്തായാലും ചെയ്യാം കേട്ടോ. എനിക്ക് മന്തി കഴിക്കാൻ കൊതിയാവുന്നുണ്ട്. ചിക്കനോ ബീഫോ മട്ടനോ അങ്ങനെ എന്തെങ്കിലും ഒന്ന് എന്തായാലും ചെയ്യാം കേട്ടോ. പിന്നെ എന്താ പറയുക, മോൻക്കാണെങ്കിലൊക്കെ സൂഫി മന്തി ഓർഡർ ചെയ്താലോ എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ എനിക്ക് ഉണ്ടാക്കാനാണ് ആഗ്രഹം. ഞാൻ എന്തായാലും ഉണ്ടാക്കിയിട്ട് പറയാം. പിന്നെ നമ്മുടെ മസാല പുട്ടിൻ്റെ റെസിപ്പി നമ്മുടെ ഏതോ ഒരു ലോങ് വീഡിയോയിൽ ഉണ്ട് കേട്ടോ. എന്നോട് അതൊന്നും ചെയ്യുമോ എന്ന് ചോദിക്കുന്നുണ്ട്. ഷോർട്ട് വീഡിയോയിൽ ഇങ്ങനെ കട്ട് ചെയ്ത് ഞാൻ ഇടാറുണ്ടല്ലോ, അത് കണ്ടിട്ടാണ്. അപ്പോൾ എന്തായാലും നമ്മുടെ ഏതോ ഒരു ലോങ് വീഡിയോയിലുണ്ട്, നിങ്ങളൊന്ന് പോയി കണ്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. പിന്നെ എന്താണ് വിശേഷം? ഞങ്ങളിരുന്ന് കഴിക്കാൻ പോവാണ്. ഇനി മുതൽ എൻ്റെ വീഡിയോ 8 to 10 മിനിറ്റ് 11 മിനിറ്റ് ഇങ്ങനെയൊക്കെ തന്നെയായിട്ട് ഉണ്ടാവുക. കാരണം എനിക്ക് ഭയങ്കര ഹെവി ആയിട്ട് വരുന്നുണ്ട്. എന്തായാലും നിങ്ങൾ കണ്ട് സപ്പോർട്ട് ചെയ്യണം. അങ്ങനെയാകുമ്പോഴത്തേക്കും നമുക്ക് ഡെയിലി വീഡിയോ ഇടാനും പറ്റും. ഓരോ സമയത്ത് നമുക്ക് വീഡിയോസ് ഇങ്ങനെ കാണിക്കാനും പറ്റും. മനസ്സിലായല്ലോ അല്ലേ? എന്നും ഒരുപോലെ തോന്നൂല്ല. മറ്റേത് നമ്മുടെ വ്ളോഗ് ഇങ്ങനെ എല്ലാവരും ഒരുപോലെ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ നമ്മൾ ഇന്നലെ ഒരു ലൈവ് വന്നിട്ടുണ്ടായിരുന്നു. അതിൽ പല്ലിൽ ക്ലിപ്പ് ഇടണം കുറേ പേര് പറഞ്ഞു.
ക്ലിപ്പ് ഇടണ്ടാന്ന് പറഞ്ഞിട്ട് കുറേ പേര് പറഞ്ഞു. എന്തായാലും എനിക്ക് ഡോക്ടറിനെ കാണിക്കാണ്ട് അതൊന്നും നടക്കണ കാര്യമല്ല. പിന്നെ കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ വേഗം പോയി പാത്രങ്ങളൊക്കെ കഴുകിയെടുത്ത് അവിടേക്ക് എന്ന് നീറ്റാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ ഇഡലി മാവിൻ്റെ റെസിപ്പി ചോദിക്കുന്നുണ്ടായിരുന്നു. ഞാൻ 4 നാഴി അരിയിലോട്ട് 1 നാഴി നല്ല ഉഴുന്നാണെങ്കിൽ 1 നാഴി മതി, ഇല്ലെങ്കിൽ ഒരു 1.25 നാഴിയൊക്കെ വേണ്ടി വരും. അതിലോട്ട് ഇച്ചിരി ഉലുവയൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഒരു ഓവർനൈറ്റ് ഫുള്ളായിട്ട് നമ്മൾ പുറത്ത് വെക്കണം. അതേപോലെ ഉണ്ടല്ലോ നമ്മൾ അരയ്ക്കാൻ സമയത്ത് അരി അരയ്ക്കുമ്പോൾ അതിലോട്ടൊരു 2 കയ്യിൽ ചോറും കൂടെ ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ ഉഴുന്നിലോട്ടാണ് നമ്മൾ ഉലുവ ഇട്ട് കൊടുക്കേണ്ടത്. എന്നിട്ട് രാത്രി ഫുള്ള് വെളിയിൽ വെച്ചിട്ട് നമ്മൾ മാവ് ആട്ടിയ ശേഷം വീണ്ടും ഒരു ഓവർനൈറ്റ് ഫുള്ള് വെളിയിൽ വെക്കുക. എന്നിട്ട് പിറ്റേ ദിവസം രാവിലെ എണിച്ച് ഇഡലി ഉണ്ടാക്കുക. നല്ല സോഫ്റ്റ് പൊങ്ങി വരുന്ന ഇഡലിയൊക്കെ കിട്ടും കേട്ടോ. പിന്നെ ഈ ബാഗ് ഉണ്ടല്ലോ, അടിച്ചു വാരി നമ്മൾ ഇപ്പോഴൊക്കെ നല്ല നീറ്റായിട്ടിരിക്കും. ഒരു 10 മിനിറ്റ് അതിൻ്റെ അപ്പുറം വേണ്ടി വരില്ല കേട്ടോ. വൈകുന്നേരം പോകുമ്പോഴത്തേക്കും അങ്ങനെ ഫുള്ള് ചപ്പായിട്ടുണ്ടാവും കേട്ടോ. പിന്നെ തൊടിയിൽ മൊത്തം ചപ്പാണ്. അതിൻ്റെയും കൂടി റീസണാണ് നമ്മൾ മരങ്ങളൊക്കെ വെട്ടിയപ്പോൾ ഫുള്ള് ചപ്പായി. ഇനിയിപ്പോൾ അത് ചേച്ചിനെ വിളിച്ചിട്ട് വേണം ഒക്കെ ക്ലീൻ ചെയ്യാൻ. നമുക്ക് പിന്നെ എന്നെക്കൊണ്ട് സാധിക്കില്ല കേട്ടോ അങ്ങനത്തെ പരിപാടികളൊന്നും. അതുകൊണ്ട് ഞാൻ അതിനിപ്പോൾ നിൽക്കാറുമില്ല. പണ്ടൊക്കെ പുല്ലൊക്കെ വലിക്കുമായിരുന്നു, ഇപ്പം അതൊന്നും നടക്കില്ല. അപ്പം ഞാൻ ആ പരിപാടിക്ക് ഞാൻ നിൽക്കാറില്ല. പറ്റാത്ത പരിപാടിക്ക് എന്തിനാണ് നമ്മൾ നിൽക്കണം? പറ്റുന്ന കാര്യങ്ങൾ അങ്ങ് ചെയ്ത് അങ്ങ് പോയാൽ പോരെ. പിന്നെ വേഗം പോയിട്ട് ഉള്ളിലൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുത്തു. കുട്ടികളുടെ ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് ഞാൻ വിരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ, 2 പേരുടെയും. പിന്നെ ഇതാ കുറേ പില്ലോ വേണം പിള്ളേർക്ക്, 2 പേർക്കും 3 പില്ലോ വേണം കേട്ടോ. നിങ്ങളങ്ങനെയാണോ? എനിക്ക് 1 പില്ലോ മതി. പക്ഷേ 1 പില്ലോ ഞാൻ എക്സ്ട്രാ വെക്കും. 2 പില്ലോയിൽ ഞാൻ കിടക്കാറില്ല കേട്ടോ. പിള്ളേരും കിടക്കൊന്നുമില്ല, പക്ഷെ അടുത്ത് വേണം കേട്ടോ. അത് എന്താണെന്നറിയില്ല, ചിലപ്പോൾ ഒരു കംഫർട്ടായിരിക്കാം. പിന്നെ വേഗം പോയി വാഷിങ്ങിന് ഇട്ടു. ഒരു വാഷ് കഴിഞ്ഞു. പിന്നെ ഉപ്പാൻ്റെ വൈറ്റ് ഡ്രസ്സുകളൊക്കെ പിന്നെ അത് തനിച്ചിടും, അതും കഴിഞ്ഞു. പിന്നെ എന്നോട് ദിയയെ പോലെ ഉണ്ട് എന്ന് പറയുന്നുണ്ട്. ദിയ കൃഷ്ണയാണോ ഉദ്ദേശിച്ചത്? എന്തായാലും താങ്ക്സ്. പണ്ടൊക്കെ എന്നോട് എപ്പോഴും പറയുമായിരുന്നു ഇങ്ങനെ, രഞ്ജിനി ഹരിദാസിനെ പോലെ ഉണ്ട്, ദിയനെ പോലെ ഉണ്ട്. പിന്നെ ഏറ്റവും എനിക്ക് തോന്നിയത് അനു സിത്താറിനെ പോലെ ഉണ്ട് പറഞ്ഞപ്പോൾ എനിക്ക് അയ്യോ പടച്ചോനെ, അവളൊക്കെ കണ്ടു കഴിഞ്ഞാൽ എന്നെ ശരിയാക്കും അങ്ങനെ എന്നോട് പറഞ്ഞിട്ട്. പിന്നെ എൻ്റെ ഒരു കസിൻ എന്നോട് വിൻസിനെ പോലെ ഉണ്ട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ആരിനെയൊക്കെ പോലെ ആയാലും ഞാൻ തന്നെയല്ലേ. പിന്നെ വേഗം പോയി നമ്മൾ ഉള്ളിലൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ടോ. ഞാൻ ചെറിയൊരു ലഞ്ച് ബോക്സ് റെസിപ്പി ഇതിൽ കാണിക്കുന്നുണ്ട്. നല്ല സ്പൈസി ആയിട്ടുള്ള ഒരു പൊട്ടാറ്റോ ഷെസ്വാൻ റൈസാണ് കേട്ടോ. പേര് ഞാനിട്ട് തന്നെയാണ്. അപ്പോൾ അതാ ഞാൻ ആദ്യം തന്നെ ഉരുളക്കിഴങ്ങൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കണം. ഇതിൽ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ കഴിക്കാൻ. അപ്പോൾ ഇതാ കുറച്ച് വെളിച്ചെണ്ണ, അതിലോട്ട് ഒരു 3-4 അല്ലി വെളുത്തുള്ളി ചതച്ചത്, പിന്നെ ഉരുളക്കിഴങ്ങ് കട്ട് ചെയ്തതും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതാ നമ്മൾ മുളക് പൊടി, പിന്നെ മഞ്ഞൾപ്പൊടി, ഉപ്പ്, അതുപോലെ ചാട്ട് മസാല, കുറച്ച് കസൂരി മേത്തി എല്ലാം ഇട്ടിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കണം കേട്ടോ. ലാസ്റ്റ് നമ്മൾ കുറച്ച് നമ്മുടെ ഡ്രൈ മാംഗോ പൗഡറും കൂടി ആഡ് ചെയ്ത് കൊടുക്കണം. നല്ല ടേസ്റ്റ് ആട്ടോ അതൊക്കെ ആഡ് ചെയ്യുമ്പോൾ. ഇച്ചിരി കറിവേപ്പിലേക്ക് ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതൊന്ന് അടച്ച് വെച്ചിട്ടാണ് ഞാൻ ഫ്രൈ ചെയ്തിട്ട് എടുക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ ആയി കിട്ടും. ഇതാ ഒന്ന് അടച്ചും കൂടെ വെച്ചിട്ടുണ്ട്, ഫ്രൈ ചെയ്തെടുക്കുകയാണ് കേട്ടോ. പിന്നെന്താണ്, ഈ ഒരു റൈസ് ഉണ്ടല്ലോ, നമുക്ക് വീട്ടിലും പെട്ടെന്ന് കറികളൊന്നും ഇല്ലാത്ത സമയത്ത് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാനും പറ്റും. പിന്നെ ഫ്രൈ ആയതിനു ശേഷം ഞാനൊരു 1/2 സ്പൂണോളം ഡ്രൈ മാംഗോ പൗഡർ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇതൊന്ന് മാറ്റാം. എന്നിട്ട് സെയിം ചട്ടിയിൽ തന്നെ നമുക്ക് റൈസ് ഉണ്ടാക്കിയിട്ടെടുക്കാം. ലഞ്ച് ബോക്സും ഓഫീസിലോട്ടും ഒക്കെ കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു ഐറ്റം തന്നെയാണ്. സൈഡായിട്ട് നമുക്ക് സാലഡ് മാത്രം മതിയാവും കേട്ടോ, അത്രയും ടേസ്റ്റാണ് കഴിക്കാൻ. ഇതാ ചട്ടി വെച്ച് കൊടുത്ത് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇച്ചിരി വലിയ ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഉള്ളിയും അതുപോലെ തക്കാളിയും പച്ചമുളകും കുറച്ച് ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. ഒന്ന് അടച്ചു വെച്ചാൽ പെട്ടെന്നായി കിട്ടും. നമ്മൾ നേരത്തെ ഇട്ട മസാലയില്ലേ, അതിൻ്റെയൊക്കെ ഒരു 1/4 സ്പൂൺ വീതം നമുക്കിതിലോട്ട് ഇട്ട് കൊടുക്കാം. എക്സ്ട്രാ ഞാൻ മല്ലിപ്പൊടി മാത്രം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഗരം മസാലയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ മെയിൻ താരം ഷെസ്വാൻ സോസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അതില്ലെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, അത് നമുക്ക് സ്കിപ്പ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മുടെ പൊട്ടാറ്റോ സ്പൈസി റൈസ് എന്ന് മാത്രം പേരിടേണ്ടി വരും കേട്ടോ. പിന്നെ ഇതാ ഞാൻ റൈസും കൂടെ ചേർത്ത് കൊടുത്ത് കുറച്ച് കറിവേപ്പിലയും കസൂരി മേത്തിയും നമ്മൾ വറുത്ത് വെച്ച പൊട്ടാറ്റോയൊക്കെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്.
നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ കഴിക്കാൻ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇപ്പം തന്നെ വായിൽ വെള്ളം വരുന്നുണ്ട്. എനിക്ക് പൊതുവേ ഇങ്ങനത്തെ റൈസുകളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇവിടെ അയാൻകുട്ടി പൊട്ടറ്റോൻ്റെ എന്ത് കൊടുത്താലും കഴിക്കൂല, ബോണ്ടൊക്കെ കൊടുത്താൽ കഴിക്കും അങ്ങനെ. അപ്പോൾ ഇതാ റെഡി ആയിട്ടുണ്ട്. ഞാൻ കോമ്പിനേഷനായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് നല്ല സാലഡും പിന്നെ ഒരു ബുൾസയും ഒക്കെയാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതൊന്നും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഇതെല്ലാം കൂട്ടി അങ്ങ് ഒരു പിടുത്തം പിടിക്കുക. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വ്ളോഗ് ഇത്രയ്ക്ക് തന്നെയുള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമായിച്ചാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെയൊക്കെ എല്ലാവർക്കും ബൈ. ഇറ്റ്സ് മീ ജിനി ഫ്രം പാലക്കാട്. നമ്മുടെ യൂട്യൂബ് ചാനലും FB പേജ്, ഇൻസ്റ്റാ പേജൊക്കെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക കേട്ടോ. സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒത്തിരി നന്ദിയുണ്ട്. ഇനിയും ഞാൻ നിങ്ങളുടെ സപ്പോർട്ട് ഒരുപാട് പ്രതീക്ഷിക്കുന്നുണ്ട്. അതേപോലെ തന്നെ നെക്സ്റ്റ് ടൈം നമ്മൾ കഹാനിയിൽ പോകുമ്പോൾ ഞാൻ അവിടുന്ന് ഒരു ലൈവ് ഇടാം കേട്ടോ. നമ്മുടെ കഹാനിയുടെ കാര്യങ്ങളൊന്നും ആരും കണ്ടിട്ടില്ലല്ലോ, നമ്മുടെ വ്യൂവേഴ്സൊന്നും. അപ്പോൾ ഒരു ലൈവും കാര്യങ്ങളും അവിടുത്തെ കളക്ഷനൊക്കെ കാണിച്ചിട്ട് ഒരു ലൈവ് ഇടാമെന്ന് പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാനും FB പേജ് ഫോളോ ചെയ്യാനും ഇൻസ്റ്റാ പേജ് ഫോളോ ചെയ്യാനൊന്നും മറക്കരുത്. മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. ടേക്ക് കെയർ. ഹാവ് എ നൈസ് ഡേ.